ഓം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അതാ ഏക അശീതിതമോധ്യായ. 81-ാമത്തെ അധ്യായത്തില് 20 വരെയുള്ള ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് 21 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളാണ്. കുചേലൻ ദ്വാരകയിൽ എത്തിയതും കൃഷ്ണന്റെ സൽക്കാരം സ്വീകരിച്ചതുമാണ് നാം പഠിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം കുചേലൻ കൃഷ്ണനോട് യാത്രയും പറഞ്ഞ് ദ്വാരകയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വഴിയിൽ നടക്കുമ്പോൾ കുചേലൻ ആലോചിക്കുകയാണ്, ഞാൻ കൃഷ്ണനോട് ഒന്നും ചോദിച്ചില്ല, കൃഷ്ണൻ എനിക്ക് ധനമൊന്നും തന്നുമില്ല. ചിലപ്പോൾ ധനം തന്നാൽ എനിക്ക് അഹങ്കാരം കൂടും, അപ്പോൾ ഞാൻ കൃഷ്ണനെ സ്മരിക്കുകയില്ല എന്ന് ഓർത്തായിരിക്കും തരാത്തത്. അത് കൃഷ്ണന്റെ കരുണ തന്നെയാണ് എന്നാലോചിച്ച് നടന്ന് തന്റെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ തന്റെ വീടിന്റെ സ്ഥാനത്ത് ഒരു മണിമാളികയാണ് കാണപ്പെട്ടത്. നോക്കിയപ്പോൾ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച സ്ത്രീകളും പുരുഷന്മാരെയും കണ്ടു. കുചേലൻ വിചാരിച്ചു, എനിക്ക് വീട് മാറിപ്പോയതാണോ? അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതയായി തന്റെ ഭാര്യ ഓടി വന്ന് കൃഷ്ണന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുന്നു. അപ്പോഴാണ് ആ കൃഷ്ണന്റെ കാരുണ്യ പ്രഭാവം കുചേലന് മനസ്സിലായത്. അപ്പൊ തന്റെ വീടിന്റെ സമൃദ്ധി കണ്ട് ഇത് കൃഷ്ണന്റെ കരുണാകടാക്ഷം തന്നെ എന്ന് കുചേലൻ നിശ്ചയിച്ചു. പക്ഷേ കുചേലന് ഈ ധനത്തിലൊന്നും ആഗ്രഹമില്ല, വിഷയാസക്തിയിലൊന്നും ആഗ്രഹമില്ലാതെ ഭഗവാന്റെ രൂപം തന്നെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നതിനാൽ കാലതാമസം കൂടാതെ സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായ ഭഗവാന്റെ ആ വൈകുണ്ഠ തന്നെ കുചേലൻ പ്രാപിച്ചു. അങ്ങനെ കുചേലന് സദ്ഗതി കിട്ടി. അത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഇതി സഞ്ചിന്തയൻ അന്ത പ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംകാശൈർ വിമാനൈ സർവതോ വൃതം. ഇതി സന്ധിഞ്ചയൻ അന്തഃ പ്രാപ്തഃ നിജഗൃഹാന്തികം സൂര്യ അനല ഇന്ദു സംകാശൈഃ വിമാനൈഃ സർവതഃ വൃതം. ഇപ്പോൾ കുചേലൻ ദ്വാരകയിൽ നിന്ന് മടങ്ങുകയാണ്. കൃഷ്ണനോട് യാത്രയും ചോദിച്ച് മടങ്ങുകയാണ്. അപ്പോൾ കുചേലന്റെ ആലോചന എന്തായിരുന്നു, ചിന്ത എന്തായിരുന്നു? ഇതി സന്ധിഞ്ചയൻ അന്തഃ, ഇപ്രകാരം അന്തഃ മനസ്സിൽ, സന്ധിഞ്ചയൻ നന്നായി ഓർക്കുന്നവനായിട്ട്, ചിന്തിക്കുന്നവനായിട്ട്, സൂര്യ അനല ഇന്ദു സംകാശൈ, സൂര്യൻ അഗ്നി ചന്ദ്രൻ ഇവയ്ക്ക് തുല്യങ്ങളായ വിമാനൈഹി, വിമാനങ്ങളാൽ സർവതഃ 4 ഭാഗത്തും ചുറ്റപ്പെട്ട നിജഗൃഹാന്തികം തന്റെ ഗൃഹത്തെ പ്രാപ്തഃ പ്രാപിച്ചു. അപ്പൊ ഇവിടെ വിമാനങ്ങൾ എന്ന് പറഞ്ഞത് വിമാന സദൃശമായ വലിയ ഗൃഹങ്ങൾ, ഭവനങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ സൂര്യപ്രഭയോടുകൂടി അല്ലെങ്കിൽ ചന്ദ്രപ്രഭയോടുകൂടി അല്ലെങ്കിൽ അഗ്നിയുടെ ശോഭയോടുകൂടിയ നല്ല മണിമാളികകൾ കുചേലൻ അവിടെ കണ്ടു. അപ്പൊ അതാണ് ഇവിടെ വിമാനക എന്ന് പറഞ്ഞിരിക്കുന്നത്. വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്ര പ്രഭ ഉള്ള ഭവനങ്ങളെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 4 ഭാഗത്തും നന്നായി അലങ്കരിച്ച ഭവനങ്ങളാൽ ശോഭയുള്ള, അതായത് പല നിലകളുള്ള കെട്ടിടങ്ങൾ അവിടെ കാണപ്പെട്ടു എന്നാണ്. അപ്പൊ അങ്ങനെ കുചേലൻ നോക്കിയപ്പോൾ തന്റെ വീടിരുന്ന സ്ഥാനത്ത് അനേകം നിലകളുള്ള മണിമന്ദിരങ്ങൾ
കാണപ്പെട്ടു. ഇതി സന്ധിഞ്ചയന്നന്ദ പ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സങ്കാശൈ വിമാനൈ സർവതോ വൃതം. ശ്ലോകം 22. വിചിത്രോപവന വനോദ്യാനൈ കൂജാ ദിജകുലാകുലൈ പ്രോത്ഫുല്ല കുമുദാം ഭോജ കൽഹാരോ ഉത്പലവാരിഭിഹി. വിചിത്ര ഉപവന ഉദ്യാനൈഹി. അപ്പൊ അവിടെ എന്താണ് കണ്ടത്? വിചിത്രങ്ങളായ ബഹുവിധങ്ങളായ ഉപവനങ്ങളാലും ഉദ്യാനങ്ങളാലും. അവിടെ പിന്നെ എന്താണ്? കൂജ ദിജ കുല ആകുലൈ. അപ്പൊ പക്ഷികൾ, ഉദ്യാനങ്ങളിലാകുമ്പോൾ ധാരാളം വൃക്ഷങ്ങളൊക്കെ കാണും, അതിലൊക്കെ പക്ഷികൾ കാണും. അവയുടെ കളകളാരവം, ഈ പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ. ഇപ്പൊ പക്ഷികൾ പറന്നു നടക്കുന്നു, തേൻ വരുന്നു. അപ്പൊ അങ്ങനെ ശബ്ദിച്ചുകൊണ്ട് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ. പ്രോത്ഫുല്ല കുമുദ അംഭോജ കൽഹാര ഉത്പല വാരിഭിഹി. പ്രോത്ഫുല്ല വികസിച്ച, കുമുദ ആമ്പൽ, അംഭോജ താമര, കൽഹാര കൽഹാരം, ഉത്പലം ഉത്പലം എന്ന് വെച്ചാൽ നീലത്താമര, ഇവയുള്ള ജലങ്ങൾ. അപ്പൊ നല്ല തടാകങ്ങൾ, പൂന്തോട്ടങ്ങൾ, തടാകങ്ങൾ. അപ്പൊ തടാകങ്ങളില് ആമ്പല്, പലതരത്തിലുള്ള താമര, കൽഹാരം ഇങ്ങനെയുള്ളതെല്ലാം വിടർന്നു നിൽക്കുകയാണ്. അങ്ങനെ ചുറ്റപ്പെട്ടതായിരുന്നു ആ സ്ഥലം, ആ കുചേലന്റെ വീടിരുന്ന സ്ഥലം. നല്ല പൂന്തോട്ടങ്ങള്, ആ പൂന്തോട്ടങ്ങളിൽ പൊയ്കകൾ താമര, ആമ്പല തുടങ്ങിയ പുഷ്പങ്ങൾ ശോഭിച്ച് നിൽക്കുന്നു. കുചേലൻ ആ വീടിന്റെ സ്ഥാനത്ത് കണ്ട കാഴ്ചകളാണ് പറയുന്നത്. വിചിത്രോപവനോദ്യാനൈ കൂജദിജ കുലാകുലൈഹി പ്രോത്ഫുല്ല കുമുദാംഭോജ കൽഹാരോത്പലവാരിഭിഹി. ശ്ലോകം 23. ജുഷ്ടം സ്വലംകൃതൈർപുംഭി സ്ത്രീഭിശ്ച ഹിരണ്യാക്ഷിഭിഹി കിമിദം കസ്യ വാസ്ഥാനം കഥാ തദിദം ഇത്യഭൂത്. ജുഷ്ടം സ്വലംകൃതൈഹി പുംഭിഹി സ്ത്രീഭിഹി ച ഹിരണ്യ അക്ഷിഭിഹി. സ്വലംകൃത നന്നായി അലങ്കരിച്ചിരുന്ന പുംഭിഭി, പുരുഷന്മാരാലും ഹിരണ്യാക്ഷിഭിഹി മാൻകണ്ണികളായ, ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണ്ണ കണ്ണുകളോടുള്ള നല്ല തിളങ്ങുന്ന കണ്ണുകളോട് മാൻകണ്ണികളായ സ്ത്രീഭിഹി, സ്ത്രീകളാലും എന്ന് വെച്ചാൽ സുന്ദരികളായ സ്ത്രീകളാലും അലങ്കരിച്ച പുരുഷന്മാരാലും ജുഷ്ടം സേവിക്കപ്പെടുന്നതായിരുന്നു. ഇതം കിം, ഇതെന്തോന്നാകുന്നു? കസ്യവ സ്ഥാനം, ഇത് ആരുടെ വീടാണ്? തത് അത്, ഇതം ഇപ്രകാരം കഥം അഭൂത്, എങ്ങനെ ഉണ്ടായി ഇവിടെ? അപ്പോ കുചേലൻ ആലോചിക്കുകയാണ്, ഇതെന്താണ്, ഇത് ആരുടെ വീടാണ്, ഇത് എങ്ങനെ ഇവിടെ ഉണ്ടായി? ഇങ്ങനെയെല്ലാം കുചേലൻ ആലോചിച്ചു. ജുഷ്ടം സ്വലംകൃതൈർപുംഭി സ്ത്രീഭിശ്ച ഹിരണ്യാക്ഷിഭിഹി കിമിദം കസ്യ വാസ്ഥാനം കഥം തദിദം ഇത്യഭൂത്. ശ്ലോകം 24. ഏവം മീമാംസമാനം തം നരാനാര്യോ അമരപ്രഭാഹ പ്രത്യഗൃണ്ണൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ. ഏവം മീമാംസമാനം, ഏവം ഇപ്രകാരം മീമാംസമാനം ആലോചിക്കുന്ന മഹാഭാഗം, മഹാത്മാവായ തം അവനെ, കുചേലനെ, അമരപ്രഭാഹ ദേവസദൃശമായ നരാഹ പുരുഷന്മാരും നാരിക സ്ത്രീകളും ഭൂയസ അധികരിച്ചതായ ഗീതവാദ്യേന പാട്ടും വാദ്യവും കൊണ്ട് പ്രത്യഗൃണ്ണൻ സ്വീകരിച്ചു. കുചേലൻ അതിശയിച്ച് നിൽക്കുമ്പോഴുണ്ട് സ്ത്രീകളും പുരുഷന്മാരും, അത് ദേവലോകത്തുനിന്ന് വന്നവരെ പോലെ തോന്നും, ദേവന്മാരെ പോലെ മഹാതേജസ്വികളായ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി വന്ന് കുചേലനെ എതിരേക്കുകയാണ്. ഏവം മീമാംസമാനം തം നരാനാര്യോ അമരപ്രഭാഹ പ്രത്യഗൃണ്ണൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ. ശ്ലോകം 25. പതിം ആഗതം ആകർണ്യ പത്നി ഉദ്ധർഷാദി സംഭ്രമ നിശ്ചക്രാമ ഗൃഹാത്തൂർണം രൂപിണി ശ്രീ ഇവാലയാത്.
പതിം ആഗതം ആകർണ്യ പത്നി ഉത്ഥർഷ അതിസംഭ്രമ നിശ്ചക്രാമ ഗൃഹാത് തൂർണം രൂപിണി ശ്രീഹി ഇവ ആലയാത്. പതിം ആഗതം ആകർണ്യ. പതിം ഭർത്താവ്, ആഗതം വന്നുവന്ന്, ആഗമിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വന്നുവന്ന്, ആകർണ്യ കേട്ടിട്ട്, ഉത്ഥർഷാദി സംഭ്രമ വളരെയധികം സന്തോഷത്തോടും പരിഭ്രമത്തോടും കൂടിയ പത്നി ഭാര്യ ആലയത്തിൽ നിന്ന്, മന്ദിരത്തിൽ നിന്ന്, രൂപിണീഹി രൂപമെടുത്തിരിക്കുന്ന, അതായത് ഇവിടെ താമരയിൽ നിന്ന് ലക്ഷ്മി ദേവി ഇറങ്ങി വന്നതുപോലെ തോന്നുന്നു എന്നാണ്. തന്റെ വാസസ്ഥാനമായ താമരയിൽ നിന്ന് ശ്രീ ഇവ ലക്ഷ്മിയെപ്പോലെ, ലക്ഷ്മി താമരയിലല്ലേ നിൽക്കുന്നത്, അപ്പൊ ആ താമരയിൽ നിന്ന് ലക്ഷ്മി ഉത്ഭവിച്ചു വന്നതാണോ? ഗൃഹത്തിൽ നിന്ന് തൂർണം വേഗത്തിൽ നിശ്ചക്രമ വന്നു. അതായത് സൂര്യപ്രഭ ചന്ദ്രപ്രഭയുള്ള വീടുകളെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ദേവി താമരപ്പൂവിൽ നിന്ന് ഇറങ്ങി വരികയാണോ എന്ന്. അത്ര ശോഭയോടുകൂടിയാണ് ഈ മെലിഞ്ഞിരുന്ന പത്നിയെ ഇപ്പൊ കാണാൻ. നല്ല സുന്ദരിയായി ആഭരണങ്ങളൊക്കെ ധരിച്ച്, നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ലക്ഷ്മി ദേവി വരുന്നത് പോലെ അതാ ഗൃഹാന്തർഭാഗത്തുനിന്ന് കുചേല പത്നി ഇറങ്ങി വന്നു. പതിമാഗതമാകർണ്യ പത്നി ഉദ്ധർഷാദി സംഭ്രമ നിശ്ചക്രാമ ഗൃഹാതൂർണ രൂപിണി ശ്രീ ഇവാലയാൻ. ശ്ലോകം 26. പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്രുലോചന മീലിതാക്ഷ്യാനമത് ബുദ്ധ്യാ മനസാ പരിഷ്വജേ. പതിവ്രത പതിം ദൃഷ്ട്വാ, പതിവ്രതയായ, അതായത് ഭർത്തൃഭക്തിയോടുകൂടിയ അവൾ പതിം ഭർത്താവിനെ ദൃഷ്ടുവ കണ്ടിട്ട് പ്രേമ ഉത്കണ്ഠ അശ്രുലോചന, പ്രേമം നിമിത്തമുണ്ടായ ഉത്കണ്ഠ സൂചിപ്പിക്കുന്ന ജലഗണങ്ങൾ, അതായത് ഭർത്താവിനോടുള്ള അതി സ്നേഹം നിമിത്തം കണ്ണിൽ കൂടി ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. അപ്പൊ കണ്ണുനീരോടുകൂടിയുള്ള കണ്ണുകളോട് മീലിതാക്ഷി, കണ്ണുകളെ അടച്ചവളായി, കണ്ണുനീര് വന്നപ്പോൾ കണ്ണുകളെ അടച്ച് ബുദ്ധിയ സങ്കല്പത്താൽ നമസ്കരിച്ചു, മനസ്സുകൊണ്ട് പരിശുദ്ധ ആലിംഗനവും ചെയ്തു. അപ്പൊ ആൾക്കാർ നിൽക്കുകയല്ലേ, പെട്ടെന്ന് ഓടിച്ചെന്ന് ആലിംഗനമൊന്നും ചെയ്തില്ല, മനസ്സുകൊണ്ട് നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് ഭർത്താവിന്റെ കൈ പിടിച്ചു. പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാസുലോചന മീലിതാക്ഷ്യ അനമത് ബുദ്ധ്യ മനസാ പരിഷജ്യതേ. പരിഷസ്വജേ എന്നുവെച്ചാൽ ആലിംഗനം ചെയ്തു, പരിശുംഗനം ചെയ്തു, ആലിംഗനം ചെയ്തു. ശ്ലോകം 27. പത്നീം വീക്ഷ വിസ്ഫുരന്തീം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കകണ്ഠീനാം മധ്യേ ഭാന്തിം സവിസ്മിതഃ. പത്നീം വീക്ഷ വിസ്ഫുരന്തീം ദേവീം വൈമാനികീം ഇവ ദാസീനാം നിഷ്കണ്ഠീനാം ദാസീനാം, കണ്ഠങ്ങളിൽ പതക്കമൊക്കെ ധരിച്ച, അതായത് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച ദാസീനാം ദാസികളുടെ മധ്യത്തിൽ വൈമാനികയും വിമാനത്തിലിരിക്കുന്ന ദേവിയും ഇവ, ദേവിയെ പോലെ. അപ്പൊ ദാസികൾ, നല്ല ആഭരണ വിഭൂഷിതകളായ ദാസികൾക്ക് ചുറ്റും നിന്ന് മധ്യത്തിൽ ഒരു വിമാനത്തിൽ ഇരിക്കുന്ന ദേവി എന്ന പോലെ വിസ്ഫുരന്തി വിശേഷമായി ശോഭിക്കുന്ന ഭാന്തി തേജോനിധിയായ പത്നിയും ഭാര്യയെ വീക്ഷ കണ്ടിട്ട് സഹ അവൻ വിസ്മയിച്ചു. അപ്പൊ സർവാഭരണ വിഭൂഷിതകളായ ദാസികളുടെ നടുവിൽ വിമാനമധ്യത്തിൽ തിളങ്ങുന്ന ദേവസ്ത്രീ എന്ന പോലെ സ്വഭാര്യയെ കണ്ടപ്പോൾ ബ്രാഹ്മണൻ ആശ്ചര്യഭരിതനായി ഭവിച്ചു. പത്നീം വീക്ഷ്യ വിസ്ഫുരന്തീം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കകണ്ഠീനാം മധ്യേ ഭാന്തിം സവിസ്മിതഃ. ശ്ലോകം 28. പ്രീത സ്വയം തയാ യുക്ത
പ്രവിഷ്ടോ നിജ മന്ദിരം മണിസ്തംഭ ശതോഭേദം മഹേന്ദ്രഭവനം യഥാ പ്രീതഃ സ്വയം തയാ യുക്തഃ സ്വയം പ്രീതഃ സ്വതേ സന്തുഷ്ടനായി തയ അവളോട് യുക്തഃ ചേർന്നവനായിട്ട്, അതായത് ഇതെല്ലാം കാഴ്ചകളൊക്കെ സന്തോഷിച്ച് ഭാര്യയോട് ചേർന്ന് മണിസ്തംഭ ശതോപത് രത്നസ്തംഭ ശതങ്ങളോടുകൂടിയ രത്നസ്തംഭങ്ങളോടുകൂടിയ നിജമന്ദിരം തന്റെ ഭവനത്തെ മഹേന്ദ്ര ഭവനമേത ഇന്ദ്രന്റെ ഭവനം എന്ന പോലെ പ്രവേശിച്ചു. അപ്പൊ ഈ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷിച്ച ബ്രാഹ്മണൻ ഭാര്യയോടുകൂടി അനേക രത്നസ്തംഭങ്ങളാണ് ആ മന്ദിരങ്ങളൊക്കെ, രത്നസ്തംഭങ്ങളോടുകൂടിയ തന്റെ ഭവനത്തെ, ഇന്ദ്രന്റെ ഭവനം എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ ഭവനങ്ങൾ, അതുപോലെ ആ ഭവനത്തിൽ പ്രവേശിച്ചു. പ്രീത സ്വയം തയായുക്ത പ്രവിഷ്ടോ നിജ മന്ദിരം മണിസ്തംഭ ശതോ വേദം മഹേന്ദ്രഭവനം യഥാ. ശ്ലോകം 29. പയഫേന നിഭാശയ്യ ദാന്താരുക്മ പരിച്ഛദ പര്യങ്കാഹേമദണ്ഡാനി ചാമരഭജനാനി ച. അപ്പൊ ഇനി ആ ഗൃഹത്തിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവിടുത്തെ ശയ്യകൾ എങ്ങനെയാണ്? പയഹ ഫേന നിഭാഹ ശയ്യാഹ. പയഹ പാൽനുര പോലെ, ഫേന ശുഭ്രങ്ങള, പയഫേന എന്ന് വെച്ചാൽ പാൽനുര, ഫേനയാണ് നുര. അപ്പൊ പയഫേന എന്ന് വെച്ചാൽ പാൽനുര പോലെ എന്നുവെച്ചാൽ നല്ല വെളുത്ത ശുഭ്രങ്ങളായ വെളുത്ത ശയ്യ. അപ്പോ ആ വിരിപ്പുകളൊക്കെ എങ്ങനെയാണ്? പാൽനുര പോലെ നല്ല വെളുത്ത ശയ്യകള്, എന്നുവെച്ചാൽ നല്ല വെളുത്ത വിരിപ്പൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ദാന്ത രുക്മ പരിച്ഛത, ദാന്ത ദന്തം ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ രുക്മ പരിച്ഛത സ്വർണ്ണ കോപ്പുകളോടുകൂടിയ പര്യങ്ക മഞ്ചങ്ങൾ. അപ്പൊ കട്ടിലൊക്കെ ആണെങ്കിലോ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, സ്വർണ്ണാലങ്കൃതമായി ആനക്കൊമ്പുണ്ടാക്കിയ കട്ടിലുകൾ. പിന്നെയോ ദണ്ഡാനി സ്വർണപ്പിടികളോടുകൂടിയ ചാമര വ്യജനാനി, ചാമരങ്ങളും വെഞ്ചാമരങ്ങളും, സ്വർണപ്പൊടിയോടുകൂടിയ വെഞ്ചാമരങ്ങളും അതിനകത്ത് കണ്ടു. പയഫേന നിഭാശയ്യ ദാന്താരുക്മ പരിച്ഛദ പര്യങ്കാഹേമദണ്ഡാനി ചാമരവ്യജനാനി ച. ശ്ലോകം 30. ആസനാനി ച ഹൈമാനി മൃദു ഉപസ്തരണാനി ച മുക്താദാമ വിളംബീനി വിധാനാനി ദ്വിമന്തി ച. ആസനാനി ച ഹൈമാനി മൃദു ഉപസ്തരണാനി ച. മൃദു ഉപസ്തരണാനി മൃദുവായ വിരിപ്പുകളോടുകൂടിയ ഹൈമാനി സ്വർണ്ണ നിർമ്മിതമായ ആസനാനി സിംഹാസനങ്ങൾ. അപ്പോൾ സിംഹാസനങ്ങൾ, ഇരിക്കാനുള്ള സിംഹാസനോ സ്വർണ്ണ നിർമ്മിതമായ സിംഹാസനം. മുക്തധാമ വിളംബനി മുത്തുമാലകൾ എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. ദ്വിമന്തി ശോഭയുള്ളതുമായ വിധാനങ്ങൾ വിരിപ്പുകൾ. ഇപ്പൊ സ്വർണം കൊണ്ടുള്ള സിംഹാസനങ്ങൾ, മുത്തുമാലകൾ കെട്ടി തൂക്കിയിരിക്കുന്നതിനാൽ ഏറ്റവും ശോഭയുള്ള ആ പരവതാനികൾ. അങ്ങനെ അതിനകം നല്ല ശോഭയോടുകൂടി ഇന്ദ്രസമാനമായ സഭയോടുകൂടി ശോഭിച്ചു അവിടെ. ആസനാനി ച ഹൈമാനി മൃദുപസ്തരണാനി ച മുക്താദാമ വിളംബീനി വിധാനാനി ദ്വിമന്തി ച. പിന്നെ വിവരിക്കുകയാണ് ശ്ലോകം 31. സ്വച്ഛ സ്ഫടിക കുട്യേഷു മഹാമാരതകേഷു ച രത്നദീപം ഭ്രാജമാന ലലന രത്നസംയുതാഹ. പിന്നെ അതിനകത്തുള്ളത് സ്വച്ഛ സ്ഫടിക കുട്യേഷു. സ്വച്ഛ സ്ഫടിക നിർമ്മലമായ സ്ഫടികങ്ങളാൽ കെട്ടിപ്പടുത്ത കുട്ടിയേഷു ചുമരുകൾ. ചുമരുകളെല്ലാം സ്ഫടികങ്ങളാണ്. മാരകതേഷു ച മഹാമരതകങ്ങൾ, മരതകരത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയവയും പ്രാജമാന പ്രകാശിക്കുന്ന ലലനാരത്ന സംയുത സ്ത്രീരത്നങ്ങളോടുകൂടിയ രത്നദീപങ്ങൾ. അപ്പൊ അവിടെ ചുമരിൽ ചേർത്ത് വച്ചിരിക്കുന്ന വിളക്കുകള്, മൺകുപ്പി, സാധാരണ ഉള്ള മൺകുപ്പി വിളക്കുകളൊന്നുമല്ല,
പിന്നെ എന്താണ്? രത്നങ്ങൾ, സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയവയാണ് അവിടെയുള്ള വിളക്കുകൾ. ചുവരിലൊക്കെ വച്ചിരിക്കുന്ന വിളക്കുകൾ അങ്ങനെയാണ്. ശുദ്ധ സ്ഫടികം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും കെട്ടിത്തൂക്കിയിട്ടുള്ള ചുമരുകൾ, രത്നമയനങ്ങളായ വിളക്കുകൾ, അവയുടെ സമീപത്തൂടെ സഞ്ചരിച്ചിരിക്കുന്ന സുന്ദരിമാരായ സ്ത്രീകൾ. സ്വച്ഛ സ്ഫടിക കുട്യേഷു മഹാമാരകാദേശു ച രത്നദീപഭ്രാജമാന ലലന രത്ന സംയുതാഹ. ശ്ലോകം 32. വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധിം സർവസമ്പദാം തർക്കയാമാസ നിർവ്യഗ്ര സ്വസമൃദ്ധിം അഹൈതുകീം. വിലോക്യ ബ്രാഹ്മണ തത്ര, തത്ര അവിടെ സമൃദ്ധി സർവസമ്പദാം, സർവസമ്പദാം സകല സമ്പത്തുകളുടെ സമൃദ്ധി, സമൃദ്ധികളെ ബ്രാഹ്മണൻ വിലോക്യ കണ്ടിട്ട് നിർവ്യഗ്രഹ സംഭ്രമം ഇല്ലാത്തവനായി അഹൈതുകീം എതിർച്ചയാ സംഭവിച്ച സ്വസമൃദ്ധി തന്റെ സമൃദ്ധിയെക്കുറിച്ച് തർക്കയാമാസ ഊഹിച്ചു. അപ്പോൾ കുചേരൻ ആലോചിക്കുകയാണ്, ഈ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം സമ്പൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഇതിന് കാരണമായി ആരായിരിക്കും? ആ ഭഗവാന്റെ കാരുണ്യ കടാക്ഷം, അല്ലാതെ ഇത് എവിടുന്ന് ഉണ്ടാകാനാണ്? അപ്പൊ അതുകൊണ്ട് പിന്നെ ബ്രാഹ്മണൻ അതിശയിച്ചില്ല. ആദ്യം അതിശയമൊക്കെ ഉണ്ടായെങ്കിലും ഇത് ഭഗവാന്റെ കരുണാ കടാക്ഷം തന്നെ എന്ന് ബ്രാഹ്മണൻ നിശ്ചയിച്ചു. വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധി സർവസമ്പദാം തർക്കയാമാസ നിർവ്യഗ്ര സ്വസമൃദ്ധിം അഹൈതുകീം. ശ്ലോകം 33. നൂനം ബദേതന്മമ ദുർഭഗസ്യ ശശ്വൻ ദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേർ അവലോകതോ അന്യോ നൈവോപപദ്യേത യദൂത്തമസ്യ. നൂനം ബദ ഏതത് മമ ദുർഭഗസ്യ ശശ്വത് ദരിദ്രസ്യ സമൃദ്ധി ഹേതു. ശശ്വത് ദരിദ്രസ്യ നിരന്തരം ദരിദ്രനും ദുർഭഗസ്യ ഭാഗ്യഹീനനുമായ ഏതന്മമ ഈ എന്റെ സമൃദ്ധി ഹേതു സമൃദ്ധിക്കുള്ള കാരണം എന്താണ്? മഹാവിഭൂതേഹേ മഹത്തായ വിഭൂതികളോടുകൂടിയ യദൂത്തമസ്യ ആ യദൂത്തമന്റെ അവലോകനത്തിൽ നിന്ന്, കടാക്ഷത്തിൽ നിന്ന്, കാരുണ്യ കടാക്ഷത്തിൽ നിന്ന് അന്യം ന ഉപപദ്ധ്യത യുക്തമായി വരികയില്ല. കാരുണ്യ കടാക്ഷത്തിൽ നിന്ന് അന്യമായി ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യ കടാക്ഷം തന്നെയാണ് ഈ സർവസമൃദ്ധിക്കും കാരണം. ആ യദുകുലോത്തമനായ കൃഷ്ണ ഭഗവാന്റെ കാരുണ്യ കടാക്ഷം തന്നെയാണ് ഭഗവാന്റെ ആ ഐന്ദ്രിയ. ഭഗവാൻ ഇന്ദ്രജാലക്കാരനാണല്ലോ, ഏത് മാതിരി മാറ്റം വരുത്താനും ഭഗവാന് കഴിയും. ഇപ്പൊ സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആ മഹാപ്രഭുവായ ഭഗവാനല്ലാതെ മറ്റാർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഇത് ഭഗവാന്റെ കാരുണ്യ കടാക്ഷം തന്നെ എന്ന് കുചേലൻ നിശ്ചയിച്ചുറപ്പിച്ചു. നൂനമ്പതേതന്മമ ദുർഭഗസ്യ ശശ്വദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേത യദൂത്തമസ്യ. ശ്ലോകം 34. നന്വബ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂരിഭോജ പർജന്യവത്തത് സ്വയമീക്ഷമാണോ ദാശാർഹഹാണാം ഋഷഭസഖാമേ. ദാശാർഹന്മാരുടെ ഋഷഭ ശ്രേഷ്ഠനും, അതായത് യദുക്കളിൽ ശ്രേഷ്ഠനും അവരുടെ ശ്രേഷ്ഠനും ഭൂരിഭോജ ബഹുഭക്ഷകനുമായ മേ സഖ എന്റെ സഖാവ്, അതായത് എന്റെ സഖാവായ യദൂത്തമൻ മുൻകൂട്ടി പറയാതെ തന്നെ യാചകന് ബഹുധനം നൽകുന്നു. അതാണ് ഭൂരി ഭോജ, ബഹുഭക്ഷകൻ. ചോദിക്കുന്നവർക്ക്, യാചിക്കുന്നവർക്ക് നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈർ അനഭ്യർത്ഥിതാനപി, ചോദിക്കാതെ തന്നെ
അജസ്രം കാമാൻ വിതരസി, ധാരാളം കാമങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള എൻ്റെ സഖാവ് ഭൂരിയഭി, യാചിക്കുന്നവനായിക്കൊണ്ട്, ഭൂരിയഭി അധികമാണെങ്കിലും സ്വയം ഈക്ഷമാണ്, താനേ തന്നെ കടാക്ഷിക്കുന്നവർക്കായിട്ട് സമക്ഷം മുമ്പിൽ വച്ച് അബ്രുവാണ പറയാത്തവനായി, പർജന്യവത് മേഘമെന്ന പോലെ തത് അതിനെ ദിശതേനു കൊടുക്കുന്നുവല്ലോ. അപ്പൊ മേഘം എന്തു ചെയ്യും? കർഷകര് ചിലപ്പോൾ അയ്യോ മഴ പെയ്തെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ മേഘം അവർ പറയാതെ തന്നെ, അവരാലോചിക്കുമ്പോൾ തന്നെ മേഘം എന്ത് ചെയ്യുന്നു? കർഷകർ മഴയ്ക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല മഴ പെയ്യിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൃഷിസ്ഥലങ്ങളെല്ലാം നനയ്ക്കുന്നു, ജലം സർവത്ര പരത്തുന്നു. അങ്ങനെ മേഘത്തിനെ പോലെ, അപ്പോൾ മേഘം ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മേഘം വർഷിച്ചു കൊടുക്കുന്നു. അതുപോലെ ഭഗവാൻ ഇതാ, ഞാനൊന്നും ചോദിച്ചില്ല, ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ഇതാ ഇവിടെ മേഘത്തിനെ പോലെ വർഷിച്ചിരിക്കുന്നു. ഭഗവാൻ അല്പം കൊടുത്തെന്ന് വിചാരിക്കും, പക്ഷെ അത് ബഹുവായിട്ട് ധാരാളം കൊടുക്കുന്നു. യാചകർ അറിയാതെ തന്നെ ഭഗവാൻ കൊടുക്കുന്നു. നന്വബ്രുവാണോ ദിശതേ സമക്ഷ യാജിഷ്ണവേ ഭൂര്യഭിഭൂരി ഭോജ പർജന്യവത്തത് സ്വയമീക്ഷമാണോ ദാശാർക്കാണാം ഋഷഭസഖാമേ. ശ്ലോകം 35. കിഞ്ചിത് കരോത്യുർവപി യത്സ്വതത്വം സുഹൃത്കൃതം ഫൽഗോപി ഭൂരികാരി മയോപനീതം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതോ മഹാത്മാ. കിഞ്ചിത് കരോതി ഉരു അപി യത് സ്വദത്തം സുഹൃത്കൃതം ഫൽഗു അപി ഭൂരികാരി മയ ഉപനീതം പൃഥുക ഏകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതഃ മഹാത്മനാ. സ്വദത്തം യത്, തന്നാൽ നൽകപ്പെട്ടത് യത് യാതൊന്നോ തത് ഉരുവപി മഹത്തെങ്കിലും കിഞ്ചിത് കരോതി അല്പമെന്ന് കരുതുന്നു. അപ്പൊ ഭഗവാൻ ഭക്തന് കൊടുക്കുന്നത് ധാരാളം കൊടുത്തിട്ട് ഭഗവാൻ വിചാരിക്കുക ആ ചെറുതാണ് കൊടുത്തതെന്ന് വിചാരിക്കും. അപ്പൊ ഇത് മഹത്തായിട്ടുള്ള കാര്യമാണ്. കുചേലന് കൊടുത്തതല്ലേ, ഇഷ്ടം പോലെ സാധനങ്ങളാണ്, ഇഷ്ടം പോലെ മന്ദിരങ്ങളും ദാസികളും ആഭരണങ്ങളും ഇഷ്ടം പോലെ സമ്പൽ സമൃദ്ധി കൊടുത്തു. പക്ഷെ ഭഗവാൻ വിചാരിക്കും ഇത് ചെറുതാണെന്ന് വിചാരിക്കും, അല്പമെന്ന് കരുതുന്നു. സുഹൃത് കൃത, സുഹൃത്തിനാൽ ചെയ്യപ്പെട്ടത് ഫൽഗുവപി തുച്ഛമെങ്കിലും ഭൂരികാരി ബഹുവായി കാണുന്നു. അപ്പം ഭഗവാൻ കൊടുക്കുന്നത് കൂടുതലാണെങ്കിലും അത് ചെറുതാണെന്ന് തോന്നുന്നു. പക്ഷേ സുഹൃത്തുക്കൾ കൊടുക്കുന്നത്, കൂട്ടുകാർ മറ്റുള്ള അല്ലെങ്കിൽ ഭക്തന്മാർ കൊടുക്കുന്നത് ചെറുതായാലും ഫൽഗുവപി തുച്ഛമെങ്കിലും ഭൂരികാരി ബഹുവായിട്ട് കണക്കാക്കുന്നു. പത്രം പുഷ്പം ഫലം തോയ, ഒരു പത്രമായിരുന്നാലോ ഒരു ഇലയായിരുന്നാലോ, അതായത് ഒരു തുളസി ഇലയായിരുന്നാലോ ഒരു ഫലമായിരുന്നാലോ അത് ഭക്തിയോടുകൂടി കൊടുത്താൽ ഭഗവാൻ അത് വലിയ മഹത്തായ കാര്യമായിട്ടാണ് കരുതുന്നത്. മയ എന്നാൽ ഉപനീതം സമീപം പ്രാപിക്കപ്പെട്ട പൃഥുക ഏകമുഷ്ടി, ഒരു പിടി അവലാണ് ഞാൻ കൊണ്ടുപോയത്, യാചിച്ച് കിട്ടിയ അവനെയാണ്. അതിൽ ഭഗവാൻ ഒരു പിടി അവലാണ് എടുത്തത്. മഹത്തായ കൃഷ്ണൻ പ്രീതിയുതക, അതിനെ വലിയ മഹത്തായ കാര്യമായിട്ട് ഭഗവാൻ കണ്ട് അതിനെ വളരെ സന്തോഷത്തോടുകൂടി പ്രത്യഗ്രഹീത്, അതിനെ സ്വീകരിച്ചു. ഞാൻ കൊണ്ടുവന്ന ഒരു പിടി അവല് ബഹുപ്രീതിയോടെ ഭഗവാൻ അതിനെ ഭക്ഷിച്ചു. അപ്പോൾ അതിനെ ഭഗവാൻ മഹത്തായിട്ട് കാണുന്നു. ഭക്തർ പ്രേമത്തോടുകൂടി ഭക്തിയോടുകൂടി നൽകുന്നതിനെ വലിയ കാര്യമായിട്ട് കാണുന്നു. ഭഗവാൻ കൊടുക്കുന്ന വലിയ കാര്യത്തെ ചെറിയ കാര്യമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. കിഞ്ചിത് കരോതി ഉർവപി യത് സ്വദത്തം സുഹൃത്കൃതം ഫൽഗ്വപി ഭൂരികാരി മയോപനീതം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതോ മഹാത്മാ. ശ്ലോകം
36. തസ്യൈവ മേ സുഹൃത സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത് പുരുഷ പ്രസംഗഃ. തസ്യ ഏവ മേ സുഹൃത് അസഖ്യ മൈത്രിയും ദാസ്യം പുനർജന്മനി. തസ്യ ഏവമേ, അവന്റെ സംബന്ധിയായ എനിക്ക് പുനർജന്മനി ജന്മനി, ഇനിമേലിലും ജന്മം തോറും സൗഹൃദ സഖ്യ മൈത്രി, സൗഖ്യം സൗഹൃദം സഖ്യം മൈത്രി ദാസ്യം ദാസഭാവം സ്യാത് ഭവിക്കണം. അപ്പോ കൃഷ്ണന്റെ ഭക്തവാത്സല്യം കണ്ടിട്ട് കുചേലൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? എനിക്ക് കൃഷ്ണന്റെ പാദസംബന്ധിയായ എനിക്ക് ആ ദേവനിൽ നിന്ന് തന്നെ പ്രേമം സഖ്യം മൈത്രി ദാസ്യം ഇവ ഇനിയുള്ള ജന്മാന്തരങ്ങളിലും സംഭവിക്കട്ടെ. എനിക്ക് ഐശ്വര്യമൊന്നും വേണമെന്ന് ആഗ്രഹമില്ല. പിന്നെ എന്തു മതി? ഭഗവത് ഭക്തി മാത്രം മതി. ഗുണാലയേന, ഗുണങ്ങളുടെ നിവാസസ്ഥാനമായ മഹാനുഭാവേന, മഹാനുഭാവന്മാരോട് വിഷജ്ജത, വിശേഷ സംഘത്തെ പ്രാപിക്കുന്ന എനിക്ക്, അതായത് ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് സംഘം എനിക്കുണ്ടാകണം. തത് പുരുഷ പ്രസംഗ, അവന്റെ ജനങ്ങളോട് പ്രകർഷേണ സംഘം സ്യാത് ഭവിക്കണം. ഭഗവാന്റെ ഭക്തന്മാരോട്, എനിക്ക് സജ്ജനങ്ങളോട് എപ്പോഴും സംഘമുണ്ടാവണം. ഭഗവാന്റെ പാദങ്ങളിൽ എപ്പോഴും ഇനിയുള്ള ജന്മങ്ങളിലും ഭക്തി ഉണ്ടാകണം എന്ന് കുചേലൻ പ്രാർത്ഥിക്കുന്നു. തസ്യൈവ മേ സുഹൃത സൗഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജത സ്തത്പുരുഷ പ്രസംഗഃ. ശ്ലോകം 37. ഭക്തായ ചിത്ര ഭഗവൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന സമർത്ഥയത്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്നിപാദം ധനിനാം മതോദ്ഭവം. ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദഃ, ഭഗവാൻ ഐശ്വര്യപൂർണൻ ധനിനാം, ധനികളുടെ മതോദ്ഭവം, മതത്തിൽ നിന്ന് ജനിക്കുന്ന നിപാതം, അധപ്പതനത്തെ പശ്യൻ, കാണുന്നവനായി, സ്വയം വിചക്ഷണ, താൻ സമർത്ഥനെന്നിരിക്കലും, രാജ്യം, രാജ്യത്തെയും, വിഭൂതി, ഐശ്വര്യങ്ങളെയും, ചിത്രാഹ, അനേക വിധങ്ങളായ സമ്പദഃ, സമ്പത്തുകളെയും, അജഹ, ജന്മാതിരഹിതൻ, അദീർഘബോധായ, ദീർഘബോധത്തോട് കൂടാതിരിക്കുന്ന ഭക്തായ, ഭക്തനായിക്കൊണ്ട് ന സമർത്ഥയതി, ദാനം ചെയ്യുന്നില്ല, ഹി നിശ്ചയം. അതായത് സമസ്ത സമ്പത്തുകളുടെ അധിപനായ ഭഗവാൻ തന്റെ ഭക്തന് രാജ്യത്തെയോ പുത്ര കളത്രാദി സമ്പത്തുകളെയോ ധനധാന്യാദി വിചിത്രമായ ഐശ്വര്യങ്ങളെയോ നൽകുന്നില്ല. എന്തുകൊണ്ടാണ്? അവ പരമാത്മജ്ഞാനത്തെ ജനിപ്പിക്കുന്നില്ല. ധനികന്മാർക്ക് ധനം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? അഹങ്കാരം വർദ്ധിക്കും. അപ്പോൾ ഭഗവാനെ സ്മരിക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അധപ്പതനം ഉണ്ടാകുന്നു. 2-4 ദിവസം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ. ഇനി മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ തന്നെ. ഇപ്പൊ പെട്ടെന്ന് ഭഗവാന് ധനികനാക്കാനും പറ്റും, പെട്ടെന്ന് അവിടെ നിന്ന് താഴെ തള്ളിയിടാനും ഭഗവാന് സാധിക്കും. അപ്പോ ധനികനാകുമ്പോൾ എന്ത് ചെയ്യും? മതം, അഹങ്കാരം വരുമ്പോൾ അവൻ ഭഗവാനെ ചിന്തിക്കുകയില്ല. അപ്പോൾ അവൻ അധപ്പതനം ഉണ്ടാകും. അപ്പൊ തോളില് ഭഗവാൻ അവന്റെ തോളിൽ മാറാപ്പും കയറ്റും, അധപ്പതനം സംഭവിക്കും. അത് കണ്ടറിഞ്ഞു വേണം നാം പ്രവർത്തിക്കേണ്ടത്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കുറെ ഐശ്വര്യമോ ധനസമ്പത്തുകളോ അല്ലെങ്കിൽ കുറച്ച് പഠിച്ചാലും മതി, അയ്യോ എനിക്കെല്ലാം അറിയാം, എല്ലാം പഠിച്ചു എന്നും പറഞ്ഞ് പിന്നെ അഹങ്കാരമാണ്, ഗുരുവിനെയോ ഭഗവാനെയോ ഒന്നും ഓർക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അധപ്പതനം തന്നെയാണ്, ക്രമേണ അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് കുചേലൻ എന്ത് ചെയ്തു? കുചേലന് ഈ ധന സമ്പത്തിലൊന്നും ആഗ്രഹമില്ല. കുചേലൻ ഭക്തിയെ തന്നെ പ്രാർത്ഥിച്ചു എന്നാണ്.
ഭക്തായ ചിത്ര ഭഗവൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർണ സമർത്ഥയതിയജാം അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്നിവാദ ധനിനാം മതോത്ഭവം. അതായത് ഭഗവാൻ ഐശ്വര്യപൂർണൻ, ധനിനാം ധനികളുടെ മതോദ്ഭവം, മതത്തിൽ നിന്ന് ജനിക്കുന്ന നിപാതം, അധപ്പതനത്തെ പശ്യൻ കാണുന്നു. സ്വയം വിചക്ഷണ താൻ സമർത്ഥനെന്നിരിക്കലും രാജ്യം രാജ്യത്തെയും വിഭൂതിയും ഐശ്വര്യത്തെയും ചിത്ര അനേക വിധങ്ങളായ സമ്പത്തുകളെയും അജഹ അജൻ എന്ന് പറഞ്ഞ ആരാണ്? ജനനമില്ലാത്തവനെയാണ് അജൻ എന്ന് പറയുന്നത്. ആ ഭഗവാൻ, ജനനമില്ലാത്ത ഭഗവാൻ അദീർഘബോധായ ദീർഘബോധത്തോട് കൂടാതിരിക്കുന്ന ഭക്തനായിക്കൊണ്ട് ന സമർത്ഥയതി ദാനം ചെയ്യുന്നില്ല ഹി നിശ്ചയം. അപ്പോ അഹങ്കാരം കയറുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും? അവനെ തള്ളി താഴെ തന്നെ ഇടും, പിന്നെ അവനൊന്നും കൊടുക്കൂല. ശ്ലോകം 38. ഇതം വ്യവസ്ഥിതോ ബുദ്ധ്യ ഭക്തോദീവ ജനാർദ്ദനെ വിഷയാൻ ജായയാ ത്യക്ഷ്യൻ ബുഭുജേ ജ്ഞാതിലംബടഃ. ഇതം വ്യവസ്ഥിതഃ ബുദ്ധ്യ ഭക്തഃ അതീവ ജനാർദ്ദനിൽ കൃഷ്ണനിൽ അതീവ ഭക്തഃ ഏറ്റവും ഭക്തിയുള്ളവൻ, ബുദ്ധി കൊണ്ട് ഇതം ഇപ്രകാരം വ്യവസ്ഥിത നിശ്ചയിക്കുന്നവനായിട്ട് വിഷയങ്ങളെ ത്യജിക്കുന്നവനായിട്ട് ജ്ഞാതിലംബട താല്പര്യമില്ലാത്തവനായിട്ട് വിഷയങ്ങൾ താല്പര്യമില്ലാത്തവനായി ജായയോടുകൂടി ബുഭുജേ അനുഭവിച്ചു. അപ്പോൾ കൃഷ്ണനിൽ ഭക്തിയോടുകൂടി കുചേലൻ എന്ത് ചെയ്തു? ബുദ്ധി കൊണ്ട് ഈ പ്രകാരം ചിന്തിച്ചു. വിഷയാസക്തനായാൽ അഹങ്കാരം കൂടും, പിന്നെ ഭഗവാൻ തള്ളിത്താഴെ ഇടും. അപ്പൊ അതുകൊണ്ട് അവൻ വിഷയാസക്തനായില്ല. കുചേലൻ വിഷയാസക്തനാവാതെ വിഷയസുഖങ്ങളെ മുഴുവനും ഉപേക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയവനാണെങ്കിലും പത്നിയുടെ ഇഷ്ടത്തിന് വേണ്ടി അല്പമൊക്കെ താല്പര്യം കാണിച്ചെന്നല്ലാതെ വിഷയത്തിൽ അതിതാല്പര്യം വയ്ക്കാതെ ഉദാസീനനായി ഭവിച്ചു. അപ്പോൾ ഭക്തി പത്നിയെ കാണുമ്പോൾ ഇതിലൊക്കെ താല്പര്യം ഉണ്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇതിലൊന്നും താല്പര്യമില്ലാതെ വൈരാഗ്യം വന്ന് ഉദാസീനനായി ഭവിച്ചു. ഇതം വ്യവസ്ഥിതോ ബുദ്ധ്യ ഭക്തോദീവ ജനാർദ്ദനെ വിഷയാൻ ജായയാ ത്യക്ഷ്യൻ ബുഭുജേനാതിലംബടഃ. ശ്ലോകം 39. തസ്യ വൈ ദേവദേവസ്യ ഹരേരജ്ഞപദേ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവം ന തേഭ്യോ വിദ്യതേ പരം. തസ്യ വൈ ദേവദേവസ്യ ദേവന്മാർക്കും ദേവനായും യജ്ഞപദേ യാഗങ്ങളുടെ രക്ഷകനായും ഹരേഹെ ഹരിയായും എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവനായും പ്രഭോ സ്വാമിയുമായിരിക്കുന്ന തസ്യ അവന് ബ്രാഹ്മണൻ പ്രഭവഃ പ്രഭുക്കളും ദൈവവുമാകുന്നു. അപ്പോൾ ഭഗവാൻ ബ്രാഹ്മണരെ ദൈവമായിട്ടാണ് കരുതുന്നത്. തേപ്യ അവരിൽ നിന്ന് പരം അന്യം ന വിദ്യതേ അന്യമായിട്ട് അല്ല. അപ്പോൾ ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തിയാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാദി ദേവന്മാർക്ക് ദേവനായും യാഗാദി സകല കർമ്മങ്ങളാൽ ആരാധ്യനുമായിരിക്കുന്ന മഹാപ്രഭുവായ ഭഗവാൻ കൃഷ്ണൻ ബ്രാഹ്മണരെ ആരാധിക്കുന്നു, ബ്രാഹ്മണരെ ദൈവമായിട്ട് കരുതുന്നു. അവരെക്കാൾ മീതെ ഭഗവാൻ ആരും ഇല്ല. അതാണ് ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തി. തസ്യ വൈ ദേവദേവസ്യ ഹരേരജ്ഞപദേ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവം ന തേഭ്യോ വിദ്യതേ പരം. ശ്ലോകം 40. ഏവം സവിപ്രോ ഭഗവത് സുഹൃത്തദാ ദൃഷ്ട്വാ സ്വഭൃത്യൈരജിതം പരാജിതം തദ്ധ്യാനവേഗോ ഉദ്ഗ്രഥിതാത്മബന്ധന തഥാമലേഭേ അചിരതഃ സതാം ഗതിം. ഏവം സഹ വിപ്രഹ ഭഗവത് സുഹൃത്ത് ദൃഷ്ട്വാ സ്വഭൃത്യൈഃ അജിതം പരാജിതം. ഭഗവത് സുഹൃത്തമ ഭഗവത് സുഹൃത്തത ഭഗവന്റെ ഇഷ്ടനായ സഹവിപ്രഹ ആ ബ്രാഹ്മണൻ കുചേലൻ ഏവം ഇപ്രകാരം അജിതം ജയിക്കപ്പെടാത്തവനെ അതായത് ആരാലും
ജയിക്കപ്പെടാൻ കഴിയാത്ത ഭഗവാനെ സ്വഭൃത്യന്മാരാൽ പരാജിതം, ജയിക്കപ്പെട്ടവനായി കണ്ടിട്ട്, അതായത് ഭഗവാൻ ഭക്തന്മാർക്ക് കീഴടങ്ങിയവനായി ഭവിക്കുന്നു എന്നുള്ള തത്വം അറിഞ്ഞിട്ട്, ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാൻ തന്റെ ഭൃത്യന്മാരാൽ പരാജിതനായി എന്ന് കാണിച്ചുകൊണ്ട് ദൃഷ്ടുവ കണ്ടിട്ട്, തദ്ധ്യാന വേഗോദ്ഗ്രഥിത ആത്മബന്ധന, അവന്റെ ധ്യാനവേഗത്താൽ നശിപ്പിക്കപ്പെട്ട അഹങ്കാരത്തോടു കൂടിയവനായി, അതായത് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവന്റെ ഉള്ളിലുള്ള അഹങ്കാരഗ്രന്ഥിയെല്ലാം നശിച്ചു, ഹൃദയഗ്രന്ഥി നശിച്ചു, അഹങ്കാര ബന്ധമൊക്കെ വേർവിട്ട് അചിരതക ഉടനെ തന്നെ സദാം ഗതി, സത്തുക്കളുടെ ആശ്രയമായ തദ്ധാമ, ഭഗവാന്റെ ആ ധാമം, ഭഗവാന്റെ പ്രാപ്യസ്ഥാനമായ വൈകുണ്ഠം പ്രാപിച്ചു. അപ്പൊ കുചേലൻ ഇത് ഐശ്വര്യത്തിലോ ധനത്തിലോ ഒന്നും ആസക്തനാവാതെ ഭഗവാന്റെ പാദകമലങ്ങളെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം എന്ത് ചെയ്തു? സത്തുക്കളുടെ ഗതിയായ ഭഗവാന്റെ പ്രാപ്യസ്ഥാനമായ വൈകുണ്ഠം തന്നെ പ്രാപിച്ചു, അതായത് മുക്തി ലഭിച്ചു. ഏവം സ വിപ്രോ ഭഗവത് സുഹൃത്തമാ ദൃഷ്ട്വാ സ്വവൃത്തേരജിതം പരാജിതം തദ്ധ്യാന വേഗോദ്ഗ്രഥിതാത്മബന്ധന തദ്ധാമലേപേ അജിരതസ്തദാം ഗതിം. ശ്ലോകം 41. ഏതദ് ബ്രഹ്മണ്യദേവസ്യ ശുദ്ധ്വാ ബ്രഹ്മണ്യതാം നരഃ ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഏതദ് ബ്രഹ്മണ്യദേവസ്യ, ബ്രാഹ്മണനെ ദേവനായി കരുതിയിരിക്കുന്ന ഭഗവാന്റെ ബ്രഹ്മണ്യതാം, ബ്രാഹ്മണ ഭക്തിയെ പ്രതിപാദിക്കുന്ന ഏതത്, ഇതിനെ, ഈ ചരിതം, അതായത് കുചേലന്റെ ഉപാഖ്യാനം ശുദ്ധ കേട്ടിട്ട് നരൻ ഭഗവതി, ഭഗവാനിൽ ലബ്ധഭാവക, ലഭിച്ച ഭാവത്തോടു കൂടിയവനായി കർമ്മബന്ധനത്തിൽ നിന്ന് വിമുച്യേത, മോചിപ്പിക്കപ്പെടും. അതായത് ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തിയെ സവിശേഷം പ്രതിപാദിക്കുന്ന ഈ അവലിന്റെ ഈ കഥ, പൃഥുകോ ഉപാഖ്യാനം എന്ന് പറഞ്ഞാൽ, പൃഥുകം എന്ന് വെച്ചാൽ അവലിന്റെ ഈ കഥ കേൾക്കുന്ന മനുഷ്യന് ഭഗവത് ഭക്തി ഉണ്ടാവുകയും തദ്വാര കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുകയും ചെയ്യും. ഏതത് ബ്രഹ്മണ്യദേവസ്യ ശുദ്ധോ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധ വിമുച്യതേ. അപ്പോൾ ഭഗവാനിൽ ഭക്തിയാണ് വേണ്ടത്. നമുക്ക് എന്തെങ്കിലും അല്പം ഐശ്വര്യമോ പണമോ ധനമോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഉന്നത ജോലിയോ ഇതൊക്കെ കിട്ടുമ്പോൾ അഹങ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞവരോ, ഇപ്പോൾ ഇതൊക്കെ ഭാഗവതമൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിലോ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള അഹങ്കാരം, പിന്നെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിനെ പോലും നിന്ദിച്ചു പറയും, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവരെല്ലാം എന്ത് മനസ്സിലാക്കണം? ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുവിൽ ഭക്തി ഇല്ലെങ്കിൽ നമ്മളെ അധപ്പതിച്ചു പോവുകയേ ചെയ്യുകയുള്ളൂ. ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരു മനുഷ്യൻ പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന്റെ അനുഗ്രഹം വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം, ഭഗവാന്റെ കടാക്ഷം വേണം. അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ പൃഥുകോ ഉപാഖ്യാനം നാമ ഏക അശീതിതമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.